ഹലോ ഗൈസ്, നമ്മളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അതിന് പതിവില്ലാത്തൊരു കാര്യമാണ്. എല്ലാവരെയും വിളിച്ചെണിപ്പിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇന്നെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. താമസിക്കുന്ന പോലുള്ള വഴിയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് കഴിക്കുന്നതെന്ന്? എന്തോ കഴിക്കുന്ന പറയും, എന്തായാലും കയറ്റിപ്പറ. അല്ല ദോശയെന്നോ പൂരിയെന്നൊക്കെ പറ, എന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാം. ആരറിയാനാ? ഇത് കണ്ടോ, ഇത് കണ്ടോ, എന്ത് സൗകര്യമുള്ള കാര്യം നോക്കിയത്. ഞാനൊരു റൈഡ് പോയിട്ട് വരട്ടെ. ഓക്കെ, കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതെ, ബ്രെഡ് മാത്രം, വേറെ കാശില്ല, അതുകൊണ്ട് ബ്രെഡ് മാത്രമാണ് കഴിക്കുന്നത്. അതെ, വേറെ കാശില്ല, അതുകൊണ്ട് ബ്രെഡ് മാത്രമാണ് കഴിക്കുന്നത്. അതെ, ഉറക്കത്തിൽ എണിച്ച് വരികയാണ്. ഉറക്കത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് വിളിച്ചു, ഒരു സെക്കൻഡ് കൊണ്ട് റെഡിയായി. ഈ പോണ പോക്ക് ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത്രയും മനോഹരമായാണ് ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുന്നത്. അതെ അതെ, ഇവിടെ ഇന്നലത്തെ മഴയിൽ ഇവിടുത്തെ വെള്ളപ്പൊക്കമാണ്. ഇവിടെ ഇപ്പോൾ രാവിലെ രണ്ടുമൂന്ന് പിള്ളേർ വന്നിട്ട് രാവിലെ അതെ ചൂണ്ട ഇട്ടിട്ട് പോയായിരുന്നു. ഒന്നും കിട്ടിയിട്ടില്ല. എന്തൊക്കെയാ കിട്ടി, പക്ഷെ അത് മീനല്ലെന്നാണ് പറയണത്. ഞങ്ങള് അതെ, ഇവിടെ മെയിനായിട്ട് സെൽഫ് സർവീസ് ആണ്. അതെ, അത്രയും ബിസിയാണ്. ബിസിയുള്ള സ്ഥലമാണ് ഇവിടെ, അതുകൊണ്ട് വളരെ ഞങ്ങൾ 3 അംഗ സംഘം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണിത്. കൂട്ടത്തിൽ മാന്യൻ. അതെ 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 അതെ, ചുമ്മാ ഞങ്ങള് ബാക്കിയെല്ലാം കടയിലെത്തിയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ പാൻ കേക്കാണ് കഴിക്കുന്നത്. പാനില്ലെങ്കിൽ ദോശയില്ലെങ്കിലും മാവ് വെച്ചിട്ട് അല്ലളിയ. അതെ, തവയിലെങ്കിലും ദോശ ഇട്ട് തരും. നമ്മളിന്ന് കഴിക്കാൻ പോണ ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയിലൂടെ നല്ല ടൊമാറ്റോ ചട്നി. അതെ, മിന്റ് കോക്കനട്ട് ചട്നി കുറച്ച് ഇങ്ങോട്ട് താളിക്കും. കുറച്ച് മതി. അവിടെ ഇഡ്ഡലിയുടെ വണ്ടി മറിഞ്ഞെന്ന് തോന്നുന്നു. 2 പ്ലേറ്റ് എടുക്കാറുന്നില്ലേ? ഒരു സാമ്പാർ എടുക്കും. ഇത് ഇഡ്ഡലിയുടെ ട്രക്ക് മറിഞ്ഞതാ. ഇത് വലിയ കുഴപ്പമില്ല. ഇത് പിന്നെ 3 എണ്ണം അടിച്ച്, ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ. ദോഷം പറയല്ലേ. നമ്മൾ വലിയ വല്ല കടയിലും പോയിരുന്ന് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ വന്ന് ഇതേ കണക്ക് കഴിക്കുന്നത്. നല്ല തിരക്കുള്ള കടയാണ്. നല്ല തിരക്കുള്ളതെന്ന് വെച്ചാൽ നല്ല തിരക്കുള്ള. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. രതീഷ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ സുരേഷ്? നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ പറഞ്ഞല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഡെയിലി വരുന്ന കടയാണ്. അപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, പക്ഷെ അവിടെ സ്റ്റാൻഡിങ് ആണ്. പക്ഷെ അവിടെ അത്ര രസമില്ല. ഇതെല്ലാം അടിപൊളി ഇഡ്ഡലിയും പൂരിയും വേറെ ഉണ്ട്. നല്ല ദോശ കിട്ടും. അടിപൊളി ഫുഡ്. അതെ, 12 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഈ ഇരിക്കുന്ന മറ്റേ കുഴിത്തവിക്ക് തലക്കടിച്ച് 10 മണിക്ക് വന്നോണ്ട് കിട്ടി. എന്തോ ഭാഗ്യത്തിന് എല്ലാവരും ഉറക്കം അടിച്ച്. അടിപൊളി. മൊത്തം 14 ഇഡ്ഡലി, അതിനനുസരിച്ചുള്ള സാമ്പാർ, ചമ്മന്തി, ചട്നി, 3 വടയെന്ന് പറഞ്ഞാൽ വലിയ വടയല്ല, എന്നാലും 3 വടയും പിന്നെ അതെ 3 വടയും എല്ലാം കൂടെ 115 രൂപയായുള്ളൂ. ഇതേ സമയത്ത് തൊട്ട് ഓപ്പോസിറ്റ് കടയിൽ കയറിയിരുന്നെങ്കിൽ 200 രൂപയായതിന് ഒരു സുഖമില്ല അവിടുത്തെ ഇഡ്ഡലിയൊന്നും. ഇവിടുത്തെ ഇഡ്ഡലി വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റുമാണ്. ഇനി നമ്മുടെ പരിപാടി വളരെ മനോഹരമായി 3 ചായ കുടിക്കലാണ്. 12 രൂപയുടെ ചായ, അതും 12 രൂപയുടെ ചായ. വെരി എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ വെരി എക്സ്പെൻസീവ്. ഞങ്ങൾ അങ്ങനെയുള്ള ചായ കുടിക്കാറുള്ളൂ. അതാണ്, ഞങ്ങൾ ഈ സാധാ ചായ കുടിക്കൂല. വെരി എക്സ്പെൻസീവായ ചായ മാത്രമേ കുടിക്കുകയുള്ളൂ. നല്ല സ്ട്രോങ്, നല്ല സൂപ്പർ ചായയാണ്.
12 രൂപ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉള്ളൂ. 12 രൂപ ചായ. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചായയോട് കൂടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ച് നടന്ന് തന്നെ തിരിച്ചു പോകണം. കുറച്ച് ദൂരമുണ്ട്, നടന്നു പോകാൻ. അപ്പോൾ ഓക്കെ, ബൈ.